അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ചേഞ്ച് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ലോ. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ, പ്രായമുള്ളവരല്ലേ എണീച്ചെടുത്ത്. ആ വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്നെന്തിനാ എണീച്ചിനി? പ്രായമായി അമ്മയിലടാ. ഈ എന്തിന്ന് ആ തോണ്ടി നമുക്ക് എപ്പോയില്ല പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതും. കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ ഇവിടെ പ്രശ്നമായിട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? വെള്ളത്തിട്ടിട്ടുണ്ടല്ലേ ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട ഇതെല്ലാം വെക്കണോ? എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങൾ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. കുറച്ച് വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത് പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോ ലക്കും ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചുതരാം. ഓന്റെ ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. കണ്ണേട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മേച്ചിട്ട് ഡിങ്കോൾഫിയാന്നല്ല ന്യൂസ് കേട്ടല്ലേ? ഇവർക്ക് അതെല്ലാം അറിയാ. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. നോക്കിയാലേ എടാ, നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാണോ പറഞ്ഞത്? പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയലാ മോനെ, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായിരുന്നു നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേരെ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നിരങ്ങും. നിങ്ങൾ വന്നേതാമോട്ടാ. ഓരോ സ്ഥലത്ത് പോയി അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല, പാഞ്ഞളിഞ്ഞേ. ഓനെ കൈ കിട്ടി കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ള കുഞ്ഞായി. നീ എല്ലാ വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് എന്റെ മുമ്പ് തോണ്ടുന്ന തള്ളയാ. കണ്ടാ, നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത്. ഓനെ പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കി? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ അത് ഉണ്ടാണോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട, ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ? പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ട് തന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? നിങ്ങൾ ചൊറപ്പിച്ച കല്യാണം മുടക്കുക. മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ. അത് ഞാൻ കാണിച്ചു.
എന്റെ മെമ്മറി കാർഡ് ചന്ദ്ര നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ 1 മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക. അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് 1 മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളിൽ വിദ്യാന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ. പറയുന്ന മുഴുവൻ കേട്ട് വായിത്താളെ ഇറക്കണ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്ര ഓൻ പറയട്ടെ. എന്താ നാക്കിറങ്ങി പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ. ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടയ്ക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും. ഇത് ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കളിയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി അറിയിക്കോ. നമ്മെ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണാടാ. ഓടാ ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? ഷംസു, സുധാര ഇവിടെ എത്തിയ ഏടെ പോയാലുണ്ടല്ലോ ഈ കുരുപ്പുകള് പുട്ടിലിട്ട് തേങ്ങമാതിരി. കണ്ണാട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ കാട്ടി മുമ്പിൽ അക്കരെത്തണം. അക്കരെത്തിയാൽ എന്തായാലും പെണ്ണുറപ്പാ. അനങ്ങി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് എന്തായാലും ആക്കാം. ഗോപിയെ വരുന്നുണ്ടായിട്ടിങ്ങ. എന്താ സുധാര വിദ്യേ കേറിന്നോ. സുധേട്ടാ ഇതേ എന്നാ നമുക്കേ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് വരാട്ടാ. ശരിയാവല്ലോ സുധാര, ഞങ്ങൾക്കും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് അല്ലേ. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടപ്പാ അല്ലേ? അതെയാ, എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്കാം. പിന്നെ അല്ല നമുക്കിട്ടുണ്ടാക്കുന്നു. അല്ല വിദ്യ, ഇയാളെന്താ വേക്കോട്ടാ തോന്നുന്നു, അത് എത്തുന്നില്ല. ഹലോ, എപ്പോ ഓനെ ഉറപ്പുണ്ടോ? അത് ശരി. പിന്നെ നമ്മളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ ഫോൺ വെച്ചോ. ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം. നിങ്ങൾ കണ്ട കണ്ണാ, നീലടപെടരുത്. ഇവപ്പ ചെയ്ത പണി നീ പെട്ടക്കല സുധാര, നമുക്ക് പരിഹരിക്കാന്ന്. ബാലേട്ടാ, ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടത്. ഈ നായിനെ അല്ലേ? ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായിനെ തല്ലമാരി തല്ലാൻ സമ്മതിക്കുന്നു സുധാര. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അക്കരത്തെ കൊല്ലും ഈ നായിനെ. ഇങ്ങോട്ട് വന്നേ. തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ. ആടെ പോയി എന്താ തീരുമാനിക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നെ കൊണ്ടാവില്ലേ ഇതൊന്നും കണ്ടുക്കാൻ. വിദ്യമോനെ, നിന്റെ നല്ല മനസ്സ്, പക്ഷെ ഈ നായിനെ. നിങ്ങൾ പോയിക്കേ. ധനശിങ്ങ അല്ല വിദ്യ, നമ്മെല്ലാം ചന്ദ്ര, നീ ഇടപെടരുത്. ഇവര് ഞാൻ അവിടെ പോയി കൊല്ലും. കണാ ചെക്കനെ നോക്കണേ. കേറി മാറി നിൽക്കടാ. നമ്മയല്ലേ പോണ്ട്. കണ്ണ തോണി വേം വിടണേ. എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഭ്രാന്ത്. നീ എന്തിനാ ചെക്കനെ വെറുതെ അച്ഛന്? ഓന്റെ ബായി നിന്നാ ചോരെല്ലാം വരുന്നു. ചോരല്ലേ? ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ. ഞാനാ ഫോണിൽ വിളിച്ചതില്ല അച്ഛൻ കണ്ട തുക്കുമാര ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത്. അന്നേരം കോള വന്നിട്ടില്ലെങ്കിൽ ഒരു തോണി കയറും അക്കരത്തെയും ചെയ്യും. ഇപ്പൊ നമ്മ കേറിയില്ലേ? ഏത് അപ്പൊ വെറുതെ വെച്ചാന്നല്ലേ? ഞാൻ വിചാരിച്ചു ശ്രീയേച്ചിയുടെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചോണ്ടായിരിക്കുന്നു. അതിനുള്ളതല്ലേ പിന്നെ തരുന്നുണ്ട്. ഇതിപ്പോ കണ്ണന്റെ കല്യാണത്തിന് കേട്ടാ. കണ്ണന്റെ കല്യാണത്തിനല്ലേ? അതിന് ഒരടിയല്ല, ഞാൻ 9 അടി. ഗുഡ് ബോയ്.